ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. അപാരമായ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ വന്നിരിക്കുന്നത്. കാരണം സബ് ജില്ലയിൽ നിന്ന് മത്സരിച്ച് വന്നിട്ടുള്ള സബ് ജില്ലയെ തന്നെ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അസാധ്യമായ ടാലന്റ് ഉള്ള കുട്ടികളായിരുന്നു. ഞാൻ ഓർക്കുന്നു, നമ്മൾ MSM സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളുടെ കലാപ്രകടനങ്ങളൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. അത്രയും ടാലന്റഡ് ആയിട്ട് കുട്ടികൾ വരുമ്പോൾ അതിലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അതിന്റെ നല്ല ചിത്രങ്ങൾ സഹിതം നിങ്ങൾ വരുന്ന ദിവസം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാവണമെന്ന് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇതങ്ങ് നല്ലൊരു സർഗോത്സവമാക്കി മാറ്റണം. എൻ്റെ ഒരു ആഗ്രഹം, ആദ്യം കുറേ നെഗറ്റീവ് ഞങ്ങൾക്ക് ഈ മേളയ്ക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ചെറിയ പ്രതിഷേധവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നല്ല മാധ്യമ പ്രവർത്തനത്തിലൂടെ അതൊക്കെ അങ്ങ് മാറ്റി തരണമെന്ന് കൂടി മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത പതാക ഉയർത്തിയതോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. ചലച്ചിത്ര താരം നിഷ യൂസഫ് ഭദ്രദീപം തെളിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, S കേശുനാഥ്, PS സുൽഫിക്കർ, റെജി മാവനാൽ, AP ഷാജഹാൻ, നവാസ് മുണ്ടകത്തിൽ, രാജശ്രീ കമ്മത്ത്, K പുഷ്പദാസ്, VK അശോക് കുമാർ, P ഷാലി ജോൺ, C ജ്യോതികുമാർ, KN അശോക് കുമാർ, അനസ് M അഷ്റഫ്, K രാജേഷ് കുമാർ, P മനോജ് കുമാർ, ഡോക്ടർ അനസ് S തുടങ്ങിയവർ പങ്കെടുത്തു. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസീൻ, കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത അഷ്കർ അലി ചെമ്പകലാൻഡ് എന്നിവരെ വേദിയിൽ ആദരിച്ചു. യു പ്രതിഭ MLA പുരസ്കാരം സമർപ്പിച്ചു. സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ച മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല നിർവഹിച്ചു. 13 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.